തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് റെയ്ഡിനായി എത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും അതുപോലെ തന്നെ വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത കേസ് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതായി സൂചന. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഈ കേസിൽ മുതിർന്ന നേതാക്കളടക്കം അവിടെ ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി വി ജോയ്, മുൻ MLA കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ A റഹീം, ബിനീഷ് കോടിയേരി തുടങ്ങിയ നേതാക്കളും വി ശിവൻകുട്ടി മുൻ മന്ത്രി ഒക്കെ തന്നെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ തന്നെ വിചാരിച്ചത് അണികളെ ഒക്കെ തന്നെ കുരുതി കൊടുത്ത് തങ്ങൾക്ക് രക്ഷപ്പെടാം, തങ്ങൾക്ക് ശീതീകരിച്ച മുറികളിലേക്ക് മടങ്ങിപ്പോകാം എന്നാണ്. പക്ഷേ ഒരിക്കലും അത് നടക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിന് ആഹ്വാനം ചെയ്ത നേതാക്കളെ അടക്കം പൂട്ടാൻ ED ഒരുങ്ങുന്നതായ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കേസിൽ ED കക്ഷി ചേരുകയും കൃത്യമായി ഈ നേതാക്കൾ ആഹ്വാനം ചെയ്തത് പ്രകാരമാണ് അണികൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം കോടതിയിലടക്കം ബോധ്യപ്പെടുത്താൻ EDക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം കൃത്യമായ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ട്, കൃത്യമായ വിഷ്വൽസ് ഉണ്ട്. ഇത് കാണിച്ചുകൊണ്ട് നേതാക്കളെ അടക്കം സമാനമായ വകുപ്പുകൾ ചുമത്തി കേസിൽപ്പെടുത്താനും അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും EDക്ക് കഴിയും. അത് മനസ്സിലാക്കാതെയാണ് അന്ന് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിന് CPMന്റെ മുതിർന്ന നേതാക്കൾ, ജില്ലാ സെക്രട്ടറി അടക്കം ആഹ്വാനം ചെയ്തത് എന്നത് അത്യന്തം ഖേദകരമാണ്. ഇനിയിപ്പോൾ കളി ഇവിടെങ്ങും നിൽക്കില്ല. ഡൽഹിയിലായിരിക്കും ബാക്കി കളികൾ നടത്തുക. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ED ഉദ്യോഗസ്ഥരും EDയെ പിന്തുണയ്ക്കുന്ന പ്രോസിക്യൂട്ടർമാരും ഒക്കെ ചേർന്ന് നടത്തിയിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. മാത്രമല്ല കേസിന്റെ വിശദമായ റിപ്പോർട്ട് ഇവിടുത്തെ പോലീസിൽ നിന്ന് സ്വീകരിച്ച ശേഷം കേസ് ഡൽഹിയിലേക്ക് മാറ്റും എന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ വമ്പൻ നേതാക്കന്മാരൊക്കെ തന്നെ കുടുങ്ങും. CPM നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ED എത്തുന്നത്. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയാണ്. നടപടി ആവശ്യപ്പെട്ട കേസിൽ കക്ഷി ചേരാനും ED തയ്യാറെടുത്തിട്ടുണ്ട്. നേതാക്കൾ സുരക്ഷിത താവളങ്ങളിലേക്ക് വലിഞ്ഞ് കൈകഴുകുകയും ചെയ്യുന്ന പതിവ് CPM ശൈലിയാണ്. ഇതിനു മുൻപും ഉണ്ടായിരുന്നു. ED റെയ്ഡ് നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായതിൽ ED നിലപാട് ഘടിപ്പിക്കുകയാണ്. ഇതോടെ അണികളെ ജയിലിൽ തള്ളിവിട്ട് രക്ഷപ്പെടാൻ തുനിഞ്ഞ CPM നേതാക്കൾ ഭീതിയിലാണ് എന്നാണ് സൂചന. തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അണികളെ മാത്രമല്ല, അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത CPM നേതാക്കളെയും അഴിക്കുള്ളിലാക്കാൻ ED ശക്തമായ നീക്കം നടത്തുന്നു. പൂർണ്ണമായ അറിവോടുകൂടി ഇവർ പൂർണ്ണമായി സമ്മതിച്ചതുകൊണ്ടും ഇവരുടെ പൂർണ്ണമായ ആഹ്വാനം കൊണ്ടുമാണ് ഇത്തരത്തിൽ ഒരു വലിയ സംഘർഷം അവിടെ ഉണ്ടായത് എന്ന് ED ഇപ്പോൾ പ്രാഥമികമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. ഈ കേസിൽ ED കക്ഷി ചേരുന്നതോടെ സ്ഥിതിയൊക്കെ അങ്ങ് മാറും. ഇതേ വകുപ്പുകൾ, അതായത് ഈ അണികൾക്കെതിരെ ചുമത്തിയ BNS പ്രകാരമുള്ള IPC പ്രകാരമുള്ള എല്ലാ വകുപ്പുകളും നേതാക്കളായ വി ശിവൻകുട്ടി, വി ജോയ്, കടകംപള്ളി സുരേന്ദ്രൻ, ബിനീഷ് കോടിയേരി തുടങ്ങിയ ആളുകൾക്കെതിരെ ചുമത്താൻ ഉള്ള ശക്തമായ നീക്കം ഇപ്പോൾ ED നടത്തുകയാണ്. തീർച്ചയായിട്ടും ഡൽഹിയിൽ നിന്നും അതുപോലെ തന്നെ പ്രോസിക്യൂഷനിൽ നിന്നുമൊക്കെ അതിന് അനുകൂല നിലപാടാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നേതാക്കളാരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ല. ഉടൻ തന്നെ നിങ്ങളെയൊക്കെ തേടി പോലീസ് വരും. നിങ്ങളെയൊക്കെ തീർച്ചയായിട്ടും, നിങ്ങൾ ഏത് നിലവാരത്തിൽ ഉള്ളവരാണെങ്കിലും, മുൻ മന്ത്രിയാണെങ്കിലും, മുൻ MLA ആണെങ്കിലും, പാർട്ടി ജില്ലാ സെക്രട്ടറി ആണെങ്കിലും, ഇപ്പോഴത്തെ MLA ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പുകളും നടപടികളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അണിയറയിൽ എല്ലാ കാര്യങ്ങളും ഒരുങ്ങുകയാണ്.